ദിലേഷ് ടി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര വയനാട്ടിലുള്ള പൂക്കോട് ലേക്കിലേക്കാണ്. താമരശ്ശേരി ചുരം കയറി ലക്കടി വ്യൂ പോയിന്റിലെത്തും. അവിടെയുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അവിടെ നിന്ന് 4.2 കിലോമീറ്ററാണ് പൂക്കോട് ലേക്കിലേക്കുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ പൂക്കോട് ലേക്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൂക്കോട് ലേക്കിലേക്ക് പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമാണ്. ലക്കടി വ്യൂ പോയിന്റ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചങ്ങലമരം കാണാം. ചങ്ങലമരം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ ചെറിയൊരു പാലമുണ്ട്. പാലം കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ടൊരു റോഡുണ്ട്. ആ വഴിയാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് പൂക്കോട് ലേക്കുള്ള ബോർഡ് കാണാം. അവിടെ കുറച്ച് മുന്നോട്ട് പോയാൽ പൂക്കോട് ലേക്കിൻ്റെ ഫസ്റ്റ് പാർക്കിംഗ് കാണാം. ഇവിടെ 2-3 പാർക്കിംഗ് ഉണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ആദ്യത്തെ പാർക്കിംഗ് വരുന്നത്. ഈ പാർക്കിങ്ങിലാണ് ചെറിയ വണ്ടികൾ പാർക്ക് ചെയ്യാൻ സ്ഥലം. കാറുകൾ തുടങ്ങിയ ചെറിയ വണ്ടികളാണ് ഇവിടെ പാർക്ക് ചെയ്യുക. വലിയ വണ്ടികളൊക്കെ പൂക്കോട് ലേക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു പാർക്കിങ്ങിലാണ് നിർത്തേണ്ടത്. ഇവിടെ പാർക്കിംഗ് ഫീ വരുന്നത് 50 രൂപയാണ്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മുന്നോട്ട് നടക്കുകയാണ്. അധികം നടക്കാനല്ല, കുറച്ച് നടന്നാൽ തന്നെ പൂക്കോട് ലേക്കിൻ്റെ കവാടത്തിലെത്തും. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കുട്ടികളായിട്ടും അതുപോലെ ഫാമിലി ആയിട്ടും കുറേ ആളുകളുണ്ട്. ഇവിടെ ടിക്കറ്റിനായിട്ട് ക്യൂ നിൽക്കുകയാണ്. ഇവിടെ എൻട്രി ഫീ ആയി വരുന്നത് വലിയൊരാൾക്ക് 40 രൂപയാണ്, കുട്ടികൾക്ക് 30 രൂപയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഉള്ളിലെത്തിയാൽ ഇവിടെ ആദ്യം കാണുക നിരവധി ഷോപ്പുകളാണ്. ഹാൻഡിക്രാഫ്റ്റ് അങ്ങനെ ഒരുവിധം ഐറ്റം ഒക്കെ ഇവിടെ കിട്ടും. നമ്മളേതായാലും ഇപ്പം കയറുന്നില്ല. നമുക്ക് ലേക്കൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോൾ ഏതായാലും കയറാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുക കുട്ടികൾക്കുള്ള പാർക്കാണ്. നിരവധി റൈഡുകളുണ്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട്. കുട്ടികളെ പാർക്കൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് ലേക്കിൻ്റെ അടുത്തേക്ക് പോവാണ്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. ഈ ലേക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. സമുദ്രനിരപ്പിൽ നിന്ന് 770 മീറ്റർ ഉയരത്തിലാണ് ഇതിൻ്റെ സ്ഥാനം. 13 ഏക്കർ ചുറ്റളവിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ തടാകത്തിൻ്റെ ഏറ്റവും വലിയ ആഴം വരുന്നത് 6.5 മീറ്ററാണ്. ഇവിടേക്കുള്ള എൻട്രി ടൈം വരുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. പൂക്കോട് ലേക്കിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ ബോട്ട് സർവീസാണ്. നമ്മൾ ബോട്ട് സർവീസിന് എത്ര റേറ്റും കൂടി നോക്കാം. പെഡൽ ബോട്ടിന് 2 പേർക്ക് ഇരിക്കുന്ന പെഡൽ ബോട്ടിന് വരുന്നത് 300 രൂപയാണ്. 4 പേർക്ക് ഇരിക്കാവുന്ന പെഡൽ ബോട്ടിന് 450 രൂപയാണ്. പിന്നെ 7 പേർക്ക് ഇരിക്കാനുള്ള റോബോട്ട് ഉണ്ട്, അതിന് 700 രൂപയാണ് ചാർജ്. ബോട്ട് എടുക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. 20 മിനിറ്റാണ് ഇതിൻ്റെ നമ്മൾ ടിക്കറ്റ് അനുസരിച്ചുള്ള ടൈം വരുന്നത്. 20 മിനിറ്റ് കഴിഞ്ഞാൽ എക്സ്ട്രാ ചാർജാണ് വരുന്നത്. പൂക്കോട് ലേക്കും അതിൻ്റെ ഏരിയയും 13 ഏക്കറിലാണുള്ളത്. അതുകൊണ്ട് തന്നെ തടാകത്തിന് ചുറ്റിലും നടക്കാനായിട്ട് നല്ലൊരു നടപ്പാതയുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. അതുപോലെ ജോഗിങ്ങിനൊക്കെ പറ്റിയൊരു ഏരിയ ആണിത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ബോട്ട് സർവീസ് കൂടാതെ ഒരു ഫിഷ് സ്പാ ആണ്. അതിന് താല്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെയുള്ള ഫുഡ് കോർട്ടാണ്. ഇനി നമ്മൾ പോകുന്നത് ഇവിടെയുള്ള ഷോപ്പിലേക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ ഹാൻഡിക്രാഫ്റ്റ് അങ്ങനെ നിരവധി ഐറ്റം ഉണ്ട് ഇവിടെ.
നമ്മളൊന്ന് ഷോപ്പിലേക്കൊന്ന് കയറി നോക്കാം. പൂക്കോട് ലേക്ക് കാണാത്തവർ വയനാട് വരികയാണെങ്കിൽ ഒന്ന് കയറി നോക്കാവുന്നതാണ്. പൂക്കോട് ലേക്കിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.